ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടാൻ DGP. വിശദീകരണം കൂടി ലഭിച്ച ശേഷമാകും സർക്കാരിന് DGP റിപ്പോർട്ട് നൽകുക. അജിത് കുമാറിന്റെ കൂടുതൽ പങ്ക് വെളിപ്പെടുത്തി ഇന്നലെ SIT റിപ്പോർട്ട് നൽകിയിരുന്നു. അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ കോൺഗ്രസിലും UDF-ലും അതൃപ്തി ശക്തമാണ്. അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും അജിത് കുമാറിനോട് വിശദീകരണം തേടിയതിനു ശേഷമായിരിക്കും DGP സർക്കാരിന് റിപ്പോർട്ട് നൽകുക. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇന്നലെ SIT വിശദമായ റിപ്പോർട്ട് ADGP MR അജിത് കുമാറിനെതിരെ SIT ഇന്നലെ DGPക്ക് കൈമാറിയിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ടാണ് ഇത്തരത്തിൽ SIT ADGP MR അജിത് കുമാറിനെതിരായിട്ട് DGPക്ക് കൈമാറുന്നത്. ആദ്യ റിപ്പോർട്ട് കൈമാറിയത് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ്. 23-ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ആ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയോ ആഭ്യന്തരമന്ത്രിക്കോ കൈമാറുകയോ DGP ചെയ്തിരുന്നില്ല. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസിലും UDF-നും അകത്ത് തന്നെ ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു റിപ്പോർട്ട് തേടി വിശദമായ റിപ്പോർട്ട് SIT ഇന്നലെ കൈമാറുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ADGP MR അജിത് കുമാറിൻ്റെ കൂടി വിശദീകരണം കേട്ട ശേഷമായിരിക്കും ഈ വിശദീകരണം കൂടി ഉൾപ്പെടുത്തി ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സർക്കാരിന് കൈമാറാനായിട്ട് DGP തയ്യാറാകുക. എന്തായാലും ഈ റിപ്പോർട്ടിന് ശേഷമായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. അതായത് ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചു എന്നതാണ് ADGP MR അജിത് കുമാറിനെതിരായ ഗുരുതര ആരോപണം എന്ന് പറയുന്നത്. അതായത് കേസ് ഡയറി അടക്കം MR അജിത് കുമാർ തിരുത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ SITക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ADGP MR അജിത് കുമാറിനെ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണമാണ് SIT നടത്തിയത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം 23-ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ADGP MR അജിത് കുമാർ ഈ കേസ് ഡയറി അടക്കം തിരുത്തി ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ADGPയുടെ ഭാഗത്തു നിന്നുള്ളത്. എന്നാൽ അതിൽ ഒരു നടപടി ഇതുവരെയും സർക്കാർ സ്വീകരിച്ചിട്ടിരുന്നില്ല. എന്തായാലും ഇതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് SIT വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്തായാലും വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വിശദീകരണത്തിന് ശേഷമായിരിക്കും സർക്കാരിന് ഈ റിപ്പോർട്ട് കൈമാറുക. ഈ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AD തോമസ് MLA-യും കൂടാതെ തന്നെ അജയ് ജുവൽ കുര്യാക്കോസും ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ സാധ്യതയുണ്ട്. ഇന്നലെ കാണുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ കൂടിക്കാഴ്ച നടന്നിരുന്നില്ല. ഇന്ന് ഇവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയും ഉണ്ട്. ദീപ്തി, ശരി. എന്തായാലും ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടാനൊരുങ്ങുകയാണ് DGP. വിശദീകരണം കൂടി ലഭിച്ചതിന് ശേഷമാകും DGP സർക്കാരിന് റിപ്പോർട്ട് നൽകുക. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.